ഇതില് രണ്ട് തലങ്ങളുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ എപ്പോഴും റെഫറൻസ് വരുന്നത് കൊണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറഞ്ഞു. ടീച്ചർ പറഞ്ഞോളൂ. ഉമ്മൻചാണ്ടിയുടെ റെഫറൻസ് വന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഉമ്മൻചാണ്ടിയെ യാത്രയാക്കിയതും ഇത്ര തന്നെ, ഒരുപക്ഷെ ഇതിലധികമോ ഇത്രത്തോളമോ തന്നെ ആളുകളായിരുന്നു. ഇതുപോലെ തന്നെ അസംഘടിതരായിട്ടുള്ള ആൾക്കാരായിരുന്നു. യാതൊരു വിധത്തിലും ഒരു പാർട്ടിയുടെയും നിർദ്ദേശം അനുസരിച്ച് എത്തിയതല്ല. സ്വമേധയാ എത്തിച്ചേർന്ന് തെരുവുകളിൽ നട്ടപ്പാതിരയ്ക്ക് കാത്തു നിന്നവരായിരുന്നു. അവ്യവസ്ഥിതരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ വാസ്തവത്തിൽ ഒരു കുറ്റസമ്മതം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അനാവശ്യമായ ഈ അപവാദങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ തങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗോസിപ്പിംഗ് വിഭാഗം അത് പ്രചരിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടി ആയുസ് കിട്ടുമായിരുന്നു എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു വലിയ ജനവിഭാഗത്തെ ഞാൻ നേരിൽ കാണുകയുണ്ടായിട്ടുണ്ട്. കാരണം അതൊരു കുറ്റസമ്മതം കൂടിയാണ്. തല താഴ്ത്തി നിന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു കേരളത്തിലെ ജനങ്ങൾ വ്യാജ അപവാദ പ്രചരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ. അതുപോലൊരു ഘടകം, ഒരു ചെറിയ കുറ്റസമ്മതത്തിന്റെ ഘടകം VS-ന്റെ ഈ വിലാപയാത്രയിലും നമുക്ക് കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മുടെ പൊതുജീവിതത്തിൽ VS ഇല്ല. കഴിഞ്ഞ 5 വർഷം 2021 മന്ത്രിസഭ വന്നതിന് ശേഷം നമ്മൾ VS-നെ കണ്ടിട്ടേ ഇല്ല. 2019 മുതൽ നമ്മൾ VS-നെ കണ്ടിട്ടേ ഇല്ല. അതിനു മുമ്പ് തന്നെ സൈലൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് VS നിൽക്കുന്നത്. എങ്കിൽ പോലും അവൾക്കൊപ്പം പോലെയുള്ള നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഉൾപ്പെടെ സ്റ്റേജിൽ എത്തി സംസാരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ലാതിരുന്നിട്ട് കൂടി ഇദ്ദേഹം ഇത്രമാത്രം സജീവമായിരുന്നു കേരളത്തിന്റെ മനസ്സിലെങ്കിൽ വെട്ടി നിരപ്പാക്കി മറുപക്ഷം ചേർന്നവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുള്ള അത്രയും ഇടതുപക്ഷക്കാർ അവർക്ക് അലിഖിതമായിരിക്കുന്ന അപ്രഖ്യാപിതമായിരിക്കുന്ന കുറ്റസമ്മതത്തോടു കൂടിയിട്ട് VS-നെ യാത്രയാക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരത്ര മോശക്കാരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുസമൂഹത്തിന് എപ്പോഴാണോ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ വേണ്ട വിധത്തിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാം. അവർക്ക് തിരിച്ചറിയാം. കടക്കു പുറത്ത് എന്ന് പറയുന്ന ഒരാളോടും ശരി എന്ന് പറയുന്ന ഒരാളോടും അവർക്ക് തിരിച്ചറിയാം.